നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിലെ ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷൻ ആണ്. അതും കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള കൊച്ചിൻ പോർട്ട് അതോറിറ്റിയിലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റുമാരുടെ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. താല്പര്യമൊക്കെ 2025 സെപ്റ്റംബർ 12 വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും. കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ 3 വർഷത്തേക്കായിരിക്കും നിയമനം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിനെക്കുറിച്ചുള്ള ക്വാളിഫിക്കേഷൻസ് മറ്റു ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് പരിശോധിച്ച് നോക്കാം. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ഇനിയും ലഭിക്കുവാനായിട്ട് ചാനൽ സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, കമന്റ്സ് ഉണ്ടെങ്കിൽ രേഖപ്പെടുത്തുക. നമുക്ക് ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം. കൊച്ചിൻ പോർട്ട് അതോറിറ്റിയിലാണ് ഈ വേക്കൻസി. പോസ്റ്റിന്റെ പേര് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്നുള്ളതാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം കൊച്ചിൻ പോർട്ടിന്റെ വെബ്സൈറ്റ് ആയ www.cochinport.gov.in എന്ന സൈറ്റ് ലഭ്യമാണ്. ഈ സൈറ്റ് വഴി വേണം നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ട്. ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്. copa.career@cochinport.gov.in എന്ന് പറഞ്ഞിട്ട് ഇമെയിൽ ഐ ഡി. വേക്കൻസികളുടെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഇതിലേക്ക് പോസ്റ്റിന്റെ പേര് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്നുള്ളതാണ്. ഇതിന്റെ യോഗ്യത ഏതെങ്കിലും വിഷയത്തിലുള്ള അംഗീകൃത സർവകലാശാല ബിരുദമാണ് വേണ്ട അടിസ്ഥാന യോഗ്യത. അതോടൊപ്പം ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ്, അതുപോലെ ഇംഗ്ലീഷ് ഷോർട്ട് ഹാൻഡ് അതും അറിഞ്ഞിരിക്കണം എന്ന കാര്യം കൂടി ഓർക്കുക. അതോടൊപ്പം 2 വർഷത്തെ ഈ ബന്ധപ്പെട്ട മേഖലയുള്ള പ്രവൃത്തി പരിചയം. ഒരു സ്റ്റെനോഗ്രാഫറായിട്ടോ, പേഴ്സണൽ അസിസ്റ്റന്റ് ആയിട്ടോ, എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് ആയിട്ടോ, അങ്ങനെ ഇൻഡസ്ട്രിയിലോ കൊമേഴ്സിലോ ഗവൺമെന്റ് ഫെഡറൽ ട്രേക്കിങ്ങിലോ ഉള്ള എക്സ്പീരിയൻസ്, 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അതുപോലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസിലുള്ള പ്രൊഫഷൻസി ഒരു ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ ആണ്. അതുപോലെ ഇംഗ്ലീഷ്, ഹിന്ദി എന്നിവ എഴുതാനും സംസാരിക്കാനും അറിയുന്ന ഒരു അഡ്വാൻറ്റേജ് ആണ്. 3 വേക്കൻസികളാണ്. അതായത് പ്രത്യേകം ശ്രദ്ധിക്കുക. കോൺട്രാക്ട് അടിസ്ഥാനത്തിലായിരിക്കും നിയമനം. ഇതിലേക്ക് 35 വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. ശമ്പളമായിട്ട് പറഞ്ഞിട്ടുള്ള പ്രതിമാസം 25,000 രൂപയായിരിക്കും ശമ്പളമായിട്ട് ലഭിക്കുക. ഇതിലേക്ക് കോൺട്രാക്ടിന്റെ ടെന്യൂർ പീരീഡ് എന്നുള്ള 3 വർഷത്തേക്കായിരിക്കും നിയമനം എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. 25,000 രൂപയായിരിക്കും പ്രതിമാസം ശമ്പളമായിട്ട് ലഭിക്കുക. ഇപ്പൊ 3 വേക്കൻസിയാണ് പറഞ്ഞിട്ട് അത് എണ്ണം കൂടുവാനോ കുറയാനോ സാധ്യതയുണ്ട്. വേക്കൻസി റിക്വയർമെന്റ് അനുസരിച്ചായിരിക്കും എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പൊ ഇതേക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അവരുടെ കരിയർ പേജായ www.cochinport.gov.in സൈറ്റിലെ കരിയർ പേജ് നിങ്ങൾ ചൂസ് ചെയ്യാൽ നോട്ടിഫിക്കേഷനും ഡീറ്റെയിൽസും ഒക്കെ ചെക്ക് ചെയ്യാനായിട്ട് പറ്റും എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. ഇതിലേക്ക് ഓൺലൈനായിട്ട് മാത്രമേ അപേക്ഷിക്കാൻ പറ്റുള്ളൂ. മറ്റു മോഡുകളുള്ള അപേക്ഷകളൊന്നും സ്വീകരിക്കില്ല എന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപേക്ഷ തിരിക്കുന്ന അവസാന തീയതി 2025 സെപ്റ്റംബർ 12 ആണ് എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. അതുകൊണ്ട് താല്പര്യമുള്ളവരെ, എലിജിബിൾ ആയിട്ടുള്ളവരെ എത്രയും വേഗം ഇതിലേക്ക് അപ്ലൈ ചെയ്യുക എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഇപ്പൊ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ ഫുള്ളി എലിജിബിൾ ആണെന്ന കാര്യം ഉറപ്പുവരുത്തണം എന്ന കാര്യം മനസ്സിലാക്കുക. സ്ക്രീൻ ചെയ്തിട്ടായിരിക്കും ഇന്റർവ്യൂവിനോ ടെസ്റ്റിനോ വേണ്ടി വിളിക്കുക എന്ന കാര്യം ഓർമ്മിക്കുക. അപ്പം അപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും സെലക്ഷൻ ലഭിക്കണമെന്നില്ല. നമ്മുടെ മാർക്കും മറ്റേ ക്വാളിഫിക്കേഷൻ ഒക്കെ നോക്കി സ്ക്രീൻ ചെയ്തായിരിക്കും എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ ഡിസൈഡ് ചെയ്യുന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവരെയായിരിക്കും ഇന്റർവ്യൂവിനെ വിളിക്കുക. മിക്കവാറും ഇന്റർവ്യൂ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഇപ്പം കേരള ഗവൺമെന്റിലോ സെൻട്രൽ ഗവൺമെന്റ് ഏതെങ്കിലും മറ്റു പോസ്റ്റുകൾ വർക്ക് ചെയ്യുന്നവരാണ് അപേക്ഷിക്കുന്നതിൽ അവർ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്ന് മനസ്സിലാക്കുക. ഏജും ക്വാളിഫിക്കേഷൻസും ഒക്കെ ഡിസൈഡ് ചെയ്യുന്നത് 2025 ക്ലോസിംഗ് ഡേറ്റ് 2025 സെപ്റ്റംബർ 12 അടിസ്ഥാനമാക്കിയാണ് എന്ന കാര്യം കൂടി പ്രത്യേകം ഓർമ്മിക്കുക. അതുപോലെ അപ്ലൈ ചെയ്യുന്നവർക്ക് നിർബന്ധമായും വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ഐ ഡി, മൊബൈൽ നമ്പർ ഒക്കെ ഉണ്ടായിരിക്കണം. കാരണം നിങ്ങൾ ഇന്റർവ്യൂവിന്റെ ഡേറ്റ് ഒക്കെ അറിയിക്കുന്നത് ഇമെയിൽ ഐ ഡി വഴിയായിരിക്കും. അപ്പൊ നമ്മൾ നിർബന്ധമായും വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ഐ ഡി ഉണ്ടായിരിക്കും. ഇതുമായിട്ട് സംശയം വല്ലതും ഉണ്ടെങ്കിൽ കൊച്ചിൻ പോർട്ട് അതോറിറ്റിയുടെ സെക്രട്ടറി കോൺടാക്ട് ചെയ്യുന്നവരുടെ ഫോൺ നമ്പർ ഉണ്ട്. 048425821113 എന്ന നമ്പർ നിങ്ങൾക്ക് ഓഫീസ് ടൈം രാവിലെ 9 മുതൽ വൈകിട്ട് 5:30 സമയത്ത് കോൺടാക്ട് ചെയ്യാനായിട്ട് പറ്റും. കാര്യം കൂടി ഓർമ്മിക്കുക. പ്രത്യേകം പറയുന്നു, വാലിഡ് ആയിട്ടുള്ള ടെലിഫോൺ നമ്പറും മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡി നിർബന്ധമായും ഉണ്ടായിരിക്കണം. കാരണം നമ്മുടെ കറസ്പോണ്ടൻസ് ഒക്കെ അറിയിക്കുന്നത് ഇമെയിൽ വഴിയൊക്കെ ആയിരിക്കും. അപ്പൊ താല്പര്യമുള്ള ഈ അവസരം പരമാവധി 2025 സെപ്റ്റംബർ 12 വരെയാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. വെബ്സൈറ്റ് എന്ന് പറയാൻ പറയാം www.cochinport.gov.in എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും നേരം ഈ വീഡിയോ പൂർണ്ണമായും കണ്ടിരുന്ന രേഖപ്പെടുന്നതോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ ചാനൽ സപ്പോർട്ട് ചെയ്യണം, കൂട്ടുകാർക്കൊക്കെ ഷെയർ കൊടുക്കണം. എല്ലാവർക്കും നല്ല കരിയർ ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.